ശേഷം സുഖല്ല എല്ലാവർക്കും. അപ്പൊ ഇന്ന് കഞ്ഞിയാണ് കേട്ടോ. എന്താ നല്ല ചട്ടിയില് കഞ്ഞി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കാന്താരി, ഒരു 2-3 കാന്താരി പൊട്ടിച്ചിട്ട് ഇട്ടുകൊടുത്തിന്, പൊട്ടിക്കാതെ ഇട്ടുകൊടുത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് കേട്ടോ. നല്ല കട്ട തൈര്. കഞ്ഞിയിൽ ഞാൻ ആദ്യം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പിന്നെ ഒരു മുട്ട പൊരിച്ചത്, ഉള്ളിയൊന്നും ഇട്ടിട്ടില്ല, അച്ചാറും. അച്ചാറും ഇതിൽ തന്നെ ഒഴിക്കണം കേട്ടോ, എന്നാലും എണ്ണ ടേസ്റ്റ്. അച്ചാറും ഇട്ടു നല്ല കുഴച്ചിട്ട് തിന്നു. അപ്പൊ നമ്മള് കണ്ടല്ലോ, നന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. തൈര്, കാന്താരി മുളക്, അച്ചാറ്, ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട്, പിന്നെ ഒരു മുട്ട. പിന്നെ കറി ഉണ്ടാക്കാൻ മീനുണ്ട്. അപ്പൊ വെളിച്ചെണ്ണ ഒന്നുമില്ല, എല്ലാം പോയി വാങ്ങിയിട്ട് വേണം. പിന്നെ ഞാൻ വിചാരിച്ച് ചോറ് ഞാൻ തണ്ടായിരുന്നു. അപ്പൊ അതിൽ ചൂടുവെള്ളം ഒഴിച്ച് നല്ല കഞ്ഞിയാക്കാന്ന് വിചാരിച്ചു. ഇതിങ്ങനെ അങ്ങോട്ട് കുഴച്ചിട്ടില്ല. എന്താ പഞ്ഞ, എന്തൊരു ടേസ്റ്റ് അറിയോ. പക്ഷെ നമുക്ക് മീൻ ചട്ടിയും കൂടി മാണ്ടിന്ന്. പഴയ മീൻ ചട്ടിയില്ല, 2 ദിവസം വെച്ച് സൂപ്പറായിക്കോ. അപ്പൊ കഞ്ഞി കണ്ടല്ലോ. അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാല് അപ്പൊ നമ്മള് ഇതേപോലെ കറി വെക്കാൻ എണ്ണ ഒന്നുമില്ലെങ്കിൽ എപ്പോഴും തൈര് എല്ലാവരും ഫ്രിഡ്ജിലും ഉണ്ടാവും കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്നിടത്തെല്ലാം തൈരില്ലാത്ത വീടില്ല. തൈരും പിന്നെ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളകും ഉള്ളില്ലാത്ത വീടും ഉണ്ടാവില്ല. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളി ഉണ്ടാക്കുക, വരിഞ്ഞിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. അച്ചാറ് വേണമെന്നൊന്നുമില്ല, ഇങ്ങനെ എടുക്കുക. അതിൻ്റെ ഇടയ്ക്കൊരു മുട്ടയും കടിക്കണം. അതാ ചെറിയുള്ളിയും കാന്താരിയും ഇങ്ങനെ എടുക്കണം കേട്ടോ. കണ്ട, കാണുന്നുണ്ടോ? എന്നിട്ട് വേണം കഴിക്കാൻ. അപ്പം അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോട്ടാ. ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കാണുക. ഫുള്ള് വീഡിയോ കാണാൻ നിങ്ങൾ മനസ്സ് കാണിക്കണം. അതേപോലെ ലൈക്ക് അടിക്കുക. നിങ്ങളെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയുക.
ഇടയ്ക്ക് പച്ചമുളകും കഴിക്കണം കേട്ടോ. പച്ചമുളക് എടുക്കാം. കുറച്ചും കൂടി അച്ചാർ എടുക്കട്ടെ. അങ്ങനെ വരുമ്പോൾ 15 ദിവസത്തിന് തന്നെ പോയത് അല്ലാക്കറിയാം ഒന്ന് കിട്ടുമെന്ന്. ഓൻ വരുമ്പോൾ അച്ചാറെല്ലാം കൊടുത്തയക്കാറിനി. അങ്ങനെയാണ് നമുക്ക് സൂപ്പറാണ്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയത് കേട്ടാ, നിറപറൻ്റെ. ഇപ്പം എല്ലാവർക്കും സുഖമല്ല, എല്ലാവരും സുഖമായിട്ടിരിക്കട്ടോ. ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ മുരിങ്ങ ഒടിച്ചിട്ട് വന്നേ. ഇപ്പം എല്ലായിടത്തും നല്ല മുരിങ്ങൻ്റെ എല്ലാം ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു വില്ലൻ്റെ മുന്നേ കണ്ടപ്പോൾ ഒടിച്ചിട്ട് വന്നു. ആ വീഡിയോ ഞാൻ ഇടും. പിന്നെ അവനെ വെച്ച് എല്ലാം മുരിങ്ങ താളിച്ച് ഞാൻ ഉണക്കി വെച്ച അയിലുണ്ട് ഇവിടെ നിന്ന് ഉണക്കിയത് കേട്ടോ. ഉണക്കമീൻ ആക്കിയതാണ്, മീൻ വാങ്ങിയിട്ട്. അത് നല്ല പൊരിച്ച് മുരിങ്ങ താളിച്ച് ചോറുന്നാ വിചാരിച്ചു. പക്ഷെ പള്ളി ഇവിടെ വന്നപ്പോൾ വെളിച്ചെണ്ണ ഇല്ല. മുരിങ്ങ എല്ലാം താളിക്കണമെങ്കിൽ വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇന്നത്തെ ഈ കഞ്ഞി ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. നമ്മളെ എല്ലാവരും കഞ്ഞി ഇപ്പോൾ ചോറുണ്ടെങ്കിലും കറിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കണ്ട, ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചോളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പഠിച്ചോനെ ആയുസ്സും ആഫിയത്തെല്ലാം തരട്ടെ. പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതൊന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ കഞ്ഞി, എല്ലാവർക്കും കഞ്ഞി ഇഷ്ടമല്ലേ. പിന്നെ എടുത്ത കൈ അല്ല കേട്ടോ, വലത്തെ കൈയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.